നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 3 സിനിമകളെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് വന്ന ഒരു കമന്റ് അല്ല, അതിനെക്കുറിച്ച് കുറെ അധികം കമന്റുകൾ വന്നിരുന്നു. ആ കമന്റുമായി ബേസ് ചെയ്തിട്ട് വലിയ ഒരു വാഗ്വാദം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നടക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. അത് പ്രധാനമായിട്ടുമുള്ള ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാദം എന്ന് പറയുന്നത്, ടർബോ എന്ന് പറയുന്ന സിനിമ സാമ്പത്തിക പരാജയമാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ സിനിമ വൻ പരാജയത്തിലേക്ക് വീണു 100 കോടിയിലേക്ക് എത്തില്ല എന്നുള്ളൊരു വാദമാണ്. പരാജയമാണോ അല്ലയോ എന്നുള്ളത് സിനിമ തിയേറ്ററിൽ നിന്ന് ഓൾമോസ്റ്റ് വാഷ് ഔട്ട് ആയതിനു ശേഷം, അല്ലെങ്കിൽ അതിന്റെ കളക്ഷൻ ഒരു വലിയ കാര്യമായിട്ട് തന്നെ കുറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പടം നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ ദിവസത്തെയും കളക്ഷനും അതനുസരിച്ച് തന്നെ കൂടി തന്നെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വിജയപരാജയങ്ങളെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ സിനിമ 100 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ തീരുന്നതിന് മുമ്പ് അതിശക്തമായിട്ടുള്ള ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായാലും സിനിമ ഇപ്പോൾ 3ാം വാരം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള 2 എതിരാളികൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ പടം നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് വലിയ കാര്യമായിട്ടുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ വരുമ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ കേരള കളക്ഷനെ മറികടക്കുന്ന രീതിയിൽ GCC കളക്ഷൻ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് കണക്കുകളിൽ മറ്റ് ഓവർസീസ് കണക്കുകൾ കയറി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് ചിത്രം മറ്റ് രാജ്യങ്ങളിൽ നല്ല രീതിയിൽ പ്രകടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ റിലീസിന് മുമ്പ് ചെയ്ത വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, ചരിത്രത്തിൽ 2ാമത്തെ പ്രാവശ്യം മാത്രമാണ് ഇത്ര ഗംഭീരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രം മാർക്കറ്റ് ചെയ്യുന്നത്. സാധാരണ എല്ലാ മമ്മൂട്ടി പടങ്ങളും വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗും ഒരു റിലീസിംഗും ഒക്കെയാണ് കൊടുക്കുന്നത്. റിലീസിംഗിന്റെ ടൈമിലായാലും നല്ല ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ സിനിമ റിലീസ് ചെയ്തു. നിലവിൽ ഈ സിനിമ ആദ്യം പ്ലാൻ ചെയ്തതനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പടം റിലീസ് ചെയ്യേണ്ടിരുന്നത്. ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇത്ര വലിയ ബഡ്ജറ്റുള്ള ഒരു സിനിമ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നെങ്കിൽ അടപടലം പൊളിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കേരളത്തിൽ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, സ്കൂൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു, ആൾക്കാരുടെ കയ്യിൽ കാശില്ലാത്ത ഒരു അവസ്ഥയിൽ ഇതുപോലെ ഒരു സിനിമ, അതും ഈ പറഞ്ഞ മാതിരി ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഫാമിലിയുടെ കാര്യം, ആ ഫാമിലിയുടെ കാര്യമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംഭവം കൂടി ഇല്ലാത്ത, സപ്പോർട്ടോട് കൂടി ഇല്ലാത്ത ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ 5-ാം തീയതി ആയിരുന്നു റിലീസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ വലിയൊരു പരാജയം കേരള ബോക്സ് ഓഫീസിൽ സിനിമ ഏറ്റുവാങ്ങുമായിരുന്നു. അത് സിനിമ അർഹിക്കുന്നില്ല ആ പരാജയം. കാരണം അത്യാവശ്യം നല്ലൊരു ആക്ഷൻ സിനിമയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമ ഒരു വലിയ വിജയം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനൊത്ത ഒരു പ്രകടനം ഇപ്പോൾ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് റിലീസിംഗ് ടൈമിലുള്ള ഗുണം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ചെയ്ത ഗംഭീരമായിട്ടുള്ള മാർക്കറ്റിംഗും. ഈ വിജയപരാജയങ്ങളെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് 70 കോടിയാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചു കൊണ്ട് നടന്ന പല മമ്മൂട്ടി ആരാധകരും ഇന്നലത്തെ വീഡിയോയിൽ വന്നിട്ട് പടത്തിന്റെ ബഡ്ജറ്റ് 20 കോടിയുള്ളൂ, 30 കോടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ കാണുകയുണ്ടായി. അത് ഒരിക്കലും ശരിയല്ല. സിനിമയുടെ ബഡ്ജറ്റ് 70 കോടിയാണ് എന്ന് പറഞ്ഞത് സിനിമയുടെ സംവിധായകൻ തന്നെയാണ്. അപ്പോൾ ചിത്രത്തിന്റെ കളക്ഷനെ കുറിച്ച് സംവിധായകൻ പറയുന്ന വീഡിയോസ് നിങ്ങൾ, അല്ലെങ്കിൽ വാർത്തകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 70 കോടി ബഡ്ജറ്റായി എന്ന് സംവിധായകൻ പറഞ്ഞ കാര്യം കൂടി നിങ്ങൾ അംഗീകരിക്കുക. അതല്ലാതെ നിങ്ങളുടെ സൗകര്യത്തിന് മോഹൻലാൽ സിനിമകൾ പരാജയപ്പെടുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്, പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് 100 കോടി 150 കോടി ബഡ്ജറ്റ് പറയുകയും അത് കഴിഞ്ഞ് ഞങ്ങൾ പറ്റിച്ചതാണ് 15 കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ചില കലാപരിപാടികളുണ്ട്. ആ കലാപരിപാടികളിലേക്ക് മമ്മൂട്ടി ആരാധകരും ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ എടുത്ത് സൂചിപ്പിച്ചു എന്ന് പറയുന്നത് മാത്രം. സിനിമ 70 കോടിയാണ് ബഡ്ജറ്റ്. സിനിമ ഈ പടം 70 കോടിക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്താണ്. തിയേറ്റർ പ്രോഫിറ്റ് സിനിമയ്ക്ക് കിട്ടത്തില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. കാരണം 70 കോടി ബഡ്ജറ്റിൽ ഒരു തിയേറ്റർ പ്രോഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് കുറഞ്ഞത് ഒരു തെലുങ്ക് ഇൻഡസ്ട്രി എങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിന് സാധ്യമല്ല. അപ്പോൾ ഈ ഒരു സിനിമ അവരെടുക്കുമ്പോൾ ലാഭം ഉണ്ടാക്കുക എന്ന് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. പക്ഷെ തിയേറ്റർ പ്രോഫിറ്റ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബിസിനസ് പരമായിട്ട് ലാഭം നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ കഠിനമായിട്ട് പരിശ്രമിച്ചു. അതിന്റേതായിട്ടുള്ള ഗുണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 3ാം വാരം ഓടുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇനി കളക്ഷൻ വരാൻ പോകുന്നത് കേരളത്തിൽ നിന്നല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ ബേസ് ചെയ്തിട്ടുള്ള അവധി കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള കമന്റുകളൊക്കെ കാണുകയുണ്ടായി. അന്ന് 5-ാം തീയതി റിലീസ് ചെയ്തപ്പോഴും അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു അവധിയെ ഈ സിനിമ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലെയും ഓരോ GCC കൺട്രീസിലെയും തിയേറ്ററുകളുടെ എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എല്ലാ കാലത്തെയും പോലെ തന്നെ UAE-യിലാണ് 3-ാം വാരം ഓടുമ്പോഴും ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഷോസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ തിയേറ്ററുകളുള്ളത്. ഷോസ് അല്ല, 38 തിയേറ്ററുകളിൽ സിനിമ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് UAE-ൽ 3-ാം വാരത്തിൽ. UAE-ലെ ടിക്കറ്റ് റേറ്റ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ അവിടെ പടം കണ്ടുകൊണ്ടിരുന്നത് 47 ദിർഹംസിനാണ്. അതിൽ താഴെ 35 ദിർഹംസിന്റെ മറ്റേ ടിക്കറ്റ് ഉണ്ട്. പക്ഷെ അത് ഏറ്റവും ഫ്രണ്ടിലുള്ളതായിരിക്കും. നോർമലി ഒരാൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നത് 47 ദിർഹംസ് ആ റേഞ്ചിലായിരുന്നു അന്ന് 3 കൊല്ലം മുമ്പ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തിനേലും അതാണെങ്കിൽ പോലും ഒരു ടിക്കറ്റ് ഇന്ത്യയിലേക്ക് തർജ്ജിമ ചെയ്യുന്ന സമയത്ത്, അല്ല മാറ്റിയെടുക്കുന്ന സമയത്ത് ഏകദേശം 1100 രൂപയുടെ റേഞ്ചിലേക്ക് വരും ഇപ്പോഴത്തെ റേഞ്ച് വെച്ചിട്ട്. അപ്പോൾ ഒരാൾക്ക് ആവറേജ് 1000 രൂപ എന്നുള്ള രീതിയിലായിരിക്കും GCC-യിൽ നിന്ന് ഒരു ടിക്കറ്റ് വിറ്റ് പോകുമ്പോൾ വരുന്നത്. അത്രയധികം ഉയർന്ന തുകയ്ക്കാണ് അവിടുത്തെ ചാർജ് വരുന്നത്. അപ്പോൾ ഈ 38 തിയേറ്ററുകളിൽ ഏറ്റവും കുറഞ്ഞത് 100 ഷോയ്ക്ക് മുകളിൽ ഒരു ദിവസം UAE-ൽ ഓടുന്നുണ്ടാകും എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. അവധി ദിവസങ്ങളാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ ഈ വരും ദിവസങ്ങളിൽ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത ഒരു 10 ദിവസത്തോളം GCC-യിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സൗദിയിൽ 18 തിയേറ്ററുകളിൽ പടം പിടിച്ചു നിൽക്കുന്നുണ്ട്. സൗദി വളരെ പയ്യെയാണെങ്കിൽ പോലും സിനിമയെ അംഗീകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. തിയേറ്ററുകളുടെ എണ്ണവും ഷോസിന്റെ എണ്ണവും ഒക്കെ അവിടെ കൂടുന്നുണ്ട്. 18 തിയേറ്ററുകളിൽ സൗദിയിൽ ഇപ്പോഴും പടം നിൽക്കുന്നുണ്ട്. ബഹ്റിനിൽ 6 തിയേറ്ററുകളിലാണ് പടം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഖത്തറിൽ 10 തിയേറ്ററുകളിൽ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട്. ഖത്തറിലും ഈ പറഞ്ഞ മാതിരിയുള്ള വലിയ ടിക്കറ്റ് ചാർജ് ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻസ് അവിടെ നിന്നും വരാൻ സാധ്യതയുണ്ട്. ഒമാനിൽ 12 തിയേറ്ററുകളിൽ പടം നിൽക്കുന്നുണ്ട്. കുവൈറ്റിൽ 2 തിയേറ്ററുകളിലാണ് പടം നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കുവൈറ്റ് ദിനാറിന് എനിക്ക് തോന്നുന്നു 300 രൂപയുടെ അടുത്ത് വിലയുണ്ട് എന്നുള്ളത് കൂടി മറക്കാതിരിക്കുക. അപ്പോൾ ഈ ടിക്കറ്റ് ചാർജ് വച്ച് നോക്കുന്ന സമയത്ത് ഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് ഇനിയും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ 99% കേരളത്തിൽ നിന്ന് ഇനി കിട്ടാൻ പോകുന്ന കളക്ഷനേക്കാൾ കൂടുതൽ ഓരോ ദിവസവും GCC-യിൽ നിന്ന് കൂടുതൽ കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മൊത്തം GCC-യുടെ കണക്കെടുക്കുകയാണെങ്കിൽ 86 തിയേറ്ററുകളിലാണ് പടം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. GCC-യിൽ നിന്ന് മാത്രം. യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം പടം റിലീസ് ചെയ്തിരുന്നു. അവിടെ നിന്നും എല്ലാം ഗംഭീരമായിട്ടുള്ള കളക്ഷനും വന്നിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ തിയേറ്ററുകളിൽ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഗംഭീരമായിട്ടുള്ള കളക്ഷൻ തന്നെയായിരിക്കും വരിക. ഒരു ടിക്കറ്റ് വിറ്റ് പോയാൽ പോലും അതിന് വരുന്ന കളക്ഷനെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഷോ ഓടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നിന്ന് വരുന്ന വരുമാനം എന്ന് നോക്കുക. ഒരു 25% ആളുകൾ അവിടുത്തെ ഒരു ഷോ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരു ഹൗസ്ഫുൾ ഷോ ഓടുന്നതിന്റെ അതേ തുല്യമായിട്ടുള്ള തുക തന്നെയായിരിക്കും അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ തിയേറ്ററുകളുടെ 86 തിയേറ്ററുകൾ എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ. ഉറപ്പിച്ച് തന്നെ പറയാം സിനിമ 100 കോടി എത്തുമെന്നുള്ളത്. മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി ഈ ചിത്രം തന്നെയായിരിക്കും. ഇതിനെപ്പറ്റിയും കഴിഞ്ഞ ദിവസം കമന്റ് ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും ഇപ്പോഴും ആ പൊട്ടക്കിണറ്റിൽ നിന്ന് വിസ കിട്ടാത്ത ആളുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. മറ്റേ പടം 100 കോടി നേടിയെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് മധുരരാജ 100 കോടി നേടിയെന്നും പറഞ്ഞുകൊണ്ടുള്ള കമന്റ് കഴിഞ്ഞ ദിവസവും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും അയാൾക്കൊരു വിസ എടുത്തു കൊടുക്കുക. അപ്പൊ എനിക്ക് അത്ര മമ്മൂട്ടി ആരാധകർ തന്നെ എടുത്തു കൊടുക്കുക. എല്ലാവരും അംഗീകരിച്ചാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മറ്റേ ഇതാണ് എന്നുള്ളത്, ഭീഷ്മപർവമാണ് എന്നുള്ളതും അത് 93 കോടി അങ്ങനെ എന്തോമാണ് അത്രയും കിട്ടി എന്നുള്ളതും എല്ലാവരും അംഗീകരിച്ചാണ്. മമ്മൂട്ടി പോലും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഇല്ലെങ്കിൽ നമ്മളോട് പറയിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ കുറച്ച് ടീമുകൾക്ക് വിസ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർക്ക് കൂടി വിസ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും അംഗീകരിക്കും ഇതായിരിക്കും ആദ്യത്തെ 100 കോടി എന്നുള്ളത്. എന്ത് തന്നെയായാലും ഈ സിനിമ വിജയപരാജയങ്ങളെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളത്. ഏകദേശം 80 കോടിക്ക് അടുത്ത് ഇപ്പോൾ തന്നെ സിനിമയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും അത് ആ രീതിയിൽ തന്നെ തുടരും. കഴിഞ്ഞ ആഴ്ചത്തെ കളക്ഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ തന്നെ അടുത്ത ആഴ്ചയും മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ 100 കോടി എന്നുള്ള വാർത്ത കേൾക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളും കമന്റുകളും താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും നേരത്തെ കമന്റ് ചെയ്ത ആളല്ലാതെ വേറെ ആർക്കെങ്കിലും വിസ കിട്ടാനുണ്ടെങ്കിൽ അവർക്കും അവിടെ കമന്റ് ചെയ്യാം. മധുരരാജയാണ് ആദ്യത്തെ 100 കോടി എന്നുള്ളത്. അതിനും ഇവിടെ എല്ലാവർക്കും എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.